നമ്മളിന്ന് വന്നിരിക്കുന്നത് സഞ്ജീവനി ഹോസ്പിറ്റലാണ്, ചെങ്ങന്നൂർ ആലക്കോടാണ്. നമ്മുടെ മാഡം നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് വർഷത്തോളം ഈ ഹോസ്പിറ്റലിൽ സേവനം അനുഷ്ഠിക്കുന്ന ലാബ് ഇൻചാർജ് ഉണ്ട്. മാഡം പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് രമ്യാണ്. രമ്യ. മാഡം ഒത്തിരി വർഷമായോ ഈ ഹോസ്പിറ്റലിൽ വർക്ക്? ഹോസ്പിറ്റലിൽ തുടങ്ങിയ കാലം മുതലുണ്ടല്ലേ? ടെക്നീഷ്യനായിട്ട് വന്ന്. ഓ അത് ശരി. ഓക്കെ ഓക്കെ. ബ്ലഡ് ബാങ്കിലായിരുന്നു. ഇപ്പൊ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് മാഡം? 17 years എക്സ്പീരിയൻസ് ആവും. വെരി ലോങ് ടൈം. നമ്മളിപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഒട്ടുമിക്ക മെഷീൻസ് കൂടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എങ്ങനെയുണ്ട് നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അവരുടെ സർവീസ് ഒക്കെ നല്ല സർവീസ്. എപ്പോൾ നമ്മളെ വിളിച്ചാലും നമുക്ക് പക്കായിട്ട് കിട്ടും. പക്കയായിട്ട് വന്ന സർവീസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ എത്ര മെഷീൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ? ഇപ്പോൾ ഫുള്ളി ഓട്ടോയുടെ രണ്ട് മെഷീൻ ഉണ്ട്. ബയോസിസ്റ്ററും കോറലൈസറും, പിന്നെ ഇലക്ട്രോലൈറ്റ്സിന്റെ 2 മെഷീൻ ഉണ്ട്, പിന്നെ HbA1c ഒരു മെഷീൻ ഉണ്ട്, പിന്നെ ഹെമറ്റോളജി അനലൈസർ സിസ്മാക്സ് ഇലക്ട്രോലൈറ്റും നമ്മൾ സർവീസ് എഞ്ചിനീയേഴ്സ് വന്ന ടൈമിൽ കാലിബ്രേഷനും QC എല്ലാം ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മൾ വിളിച്ചാൽ അവൈലബിൾ ആണ്. സപ്ലൈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാഡം? സപ്ലൈ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇതുവരെ ഷോർട്ടേജ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതെ അല്ലേ? ഇപ്പൊ വേറൊരു കസ്റ്റമർക്ക് ആണെങ്കിൽ ഒരു റഫറൽ പറയാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ടീമാണോ മാഡത്തിന്റെ അഭിപ്രായത്തിൽ? എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല. ഇതുവരെ ഈ നിമിഷം വരെ ഒന്നും പറ്റിയിട്ടില്ല. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിച്ച് എന്തെങ്കിലും അപ്ഡേഷൻസ് നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ മാഡം, താങ്ക് യു.